ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. ഇത് ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ബീഫ് വാരിയല് ചുട്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇത് അതിലും കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് കുറച്ചൊരു ഡിഫറൻറ്റ് ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തികച്ചും ഡിഫറൻ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന മെത്തേഡും കുറച്ച് ഡിഫറൻ്റാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ പീസുകൾ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഒരുപാട് കനമുള്ള പീസ് എടുക്കാതിരിക്കുക. കനമുള്ള പീസൊക്കെ ഇങ്ങനെ നടുവിലൂടെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കനം കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ബീഫിൻ്റെ പീസുകളെല്ലാം ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാപ്സിക്കൊക്കെ ഇതിൽ അരിഞ്ഞ് ചേരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 കപ്പ് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെയാണ് കേട്ടോ 1 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക നാരങ്ങയാണ്. നമ്മൾ കബസ, മന്തി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന അതേ സെയിം സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ചിക്കൻ ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, മാഗി ക്യൂബ്. നിങ്ങളുടെ കയ്യിൽ ബീഫിൻ്റെ ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചിക്കൻ്റെത് ഇട്ടാലും മതി, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കബ്സയുടെ, മന്തിയുടെ ഒക്കെ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അറബിക് മസാലയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഇത് 3ഉം കൂടെ എല്ലാം 2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കല്ലിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തതാണ്. ഒരുപാട് അരച്ചെടുക്കരുത്, ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് പൊട്ടി കിട്ടണം, അങ്ങനെ ഒന്ന് കുത്തിയെടുത്തതാണ്. അപ്പോൾ അത് 3ഉം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്, അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറക്കുക, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈരായിരുന്നു, അതുകൊണ്ട് അരമുറി നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു സാധനം ഇതിൽ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2-3 ഏലക്കായ, ഒരു തക്കോലം, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ 2-3 പട്ടയുടെ കഷ്ണം, ഒരു ബേ ലീഫ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൽ ആദ്യം മസാല ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മറന്നതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഇതെല്ലാം മസാലകളൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ തൈരൊക്കെ ചേർത്തത് കാരണം തന്നെ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്ന ഇതുണ്ടെങ്കിൽ ബീഫ് ഒരുപാട് സമയം വെച്ച് വേവിക്കേണ്ടതല്ലേ, കരിഞ്ഞു പോകുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ബീഫിൻ്റെ വേവിൻ്റെ ആ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എനിക്കിതിൽ 6 വിസിലെടുത്തിട്ടാണ് ബീഫ് കറക്റ്റ് റെഡിയായി കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കുക്കറിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. എങ്ങനെയായാലും നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് ബീഫ്, അതാണ് ആവശ്യം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല, നമുക്കത് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ബീഫൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അത്രയും വലുപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഒന്ന് ചുങ്ങിപ്പോവും.
ചിലത് പൊട്ടി പോകട്ടോ. വെന്ത് വരുന്ന സമയത്ത് വലിയ പീസായിട്ടാണ് നമ്മൾ ഇട്ടതെങ്കിലും ചിലതൊക്കെ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഇത് ഇതിൽ കടന്ന് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത് എടുത്ത് കളയണ്ട, നമ്മൾ ഇതിൽ തന്നെ അത് ഉടച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്കത് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ ഒരു നാരങ്ങ ഇതിൽ ഉടച്ച് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ബീഫ് ഉണ്ടാക്കുന്ന അത്രയൊന്നും പണി ഇതിനില്ല കേട്ടോ. കാരണം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് ഈ കുക്കറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വേവുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചിലപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് വേവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഇതുപോലെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്തൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടിക്ക് പിടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അധികം ഗ്രേവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫായി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിഷിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിലോ എടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബീഫ് അതിൻ്റെ ആ ഒരു മസാല പുരണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വശം നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വശം ഇങ്ങനെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ മറ്റേ വശം കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഉൾഭാഗം നല്ലോണം വെന്ത ബീഫല്ലേ. ഇനി നമുക്കിതൊന്ന് പുക കൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിരട്ടക്കനലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം. എന്നിട്ട് ആ പുക മുഴുവനായിട്ട് അതിലോട്ട് ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2-3 മിനിറ്റേ ആവുള്ളൂ. അതിനിടയിൽ തന്നെ നമുക്ക് ആ ഒരു പുകയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. ആ സമയത്ത് നമുക്ക് അടപ്പ് തുറന്നിട്ട് അതൊന്ന് എടുത്ത് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. നമ്മൾ മന്തി റൈസിനൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് പുക കൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിന് വരണം കേട്ടോ. ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടണം. അപ്പോഴാണ് ആ ബീഫിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഈ റെസിപ്പിയിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ പുകയൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ ഈ പുക കൊള്ളിക്കുന്ന സമയത്ത് അത് അതിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ഏറ്റവും സ്ലോ ആക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഫ്ലെയിം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യരുത്. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാളയും വലുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് സവാള നമ്മളിങ്ങനെ ഫ്രഷായിട്ട് ഇതിലോട്ട് ഏത് ഡിഷിലോട്ട് ചേർത്ത് കൊടുത്താലും അതിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും ഏത് ഡിഷാണെങ്കിലും. അപ്പോൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ചൂടോടെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ ഒരു സവാളയുടെ ഒക്കെ ആ ഒരു ഫ്രഷ് ഫീല് അതിലോട്ട് ഇറങ്ങിക്കോളും.
ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്